ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജെറമിയ 23:29. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ദൈവത്തിന്റെ വചനം അഗ്നി പോലെ നമ്മിലേക്ക് ഇറങ്ങട്ടെ. പാറയെ തകർക്കുന്ന കൂടം പോലെ അത് നമ്മിൽ പ്രവർത്തിക്കട്ടെ. ദൈവവചനം അഗ്നിയായി എന്നിൽ വർഷിക്കപ്പെടുമ്പോൾ എന്നിലെ അശുദ്ധികളൊക്കെ കത്തിച്ചാമ്പലായി മാറും. പാറയെ തകർക്കുന്ന കൂടം പോലെ ദൈവത്തിന്റെ വചനം എന്നിലേക്ക് എത്തുമ്പോൾ തകർക്കപ്പെടേണ്ട പല അവസ്ഥകളും, മാറ്റിമറിക്കപ്പെടേണ്ട പല ചിന്താഗതികളും എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോകും. ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കും. ദൈവത്തിന്റെ വചനം നമ്മുടെ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും ആലോചനകളിലും തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. കർത്താവ് ചോദിക്കുന്നു, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? അതെ, ദൈവത്തിന്റെ വചനം നമ്മിൽ എത്തുമ്പോൾ, നമ്മിൽ നിറയുമ്പോൾ, നാം ആ തിരുവചനത്തിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വാസത്തോടെ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ നന്മയുടെ മാറ്റങ്ങളാണ്, അനുഗ്രഹത്തിന്റെ മാറ്റങ്ങളാണ്, ഒരു പുതുജീവിതത്തിന്റെ മാറ്റങ്ങളാണ്. അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.